ഹലോ. നമ്മുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ആർക്കാ? മക്കൾക്കാണോ, പാരൻസിനാണോ, പാർട്ട്ണർക്കാണോ? അതല്ല, ഞാനൊരു കാര്യം പറയട്ടെ, ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് നമ്മുടെ പാർട്ട്ണർക്ക് തന്നെയാണ്. വേറെ ഒന്നും കൊണ്ടല്ല, ഒരു കാലഘട്ടം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പാരൻസിൽ നിന്ന് മാറിയിട്ട് നമ്മൾ കല്യാണം കഴിക്കൂലേ, അത് കഴിഞ്ഞ് നമുക്ക് മക്കളുണ്ടാവും. പക്ഷെ മക്കളുണ്ടായി മക്കൾ വലുതായി കഴിഞ്ഞാലോ അവരവരുടെ കാര്യം നോക്കി പോകും. പിന്നെ വീണ്ടും നമ്മൾ എങ്ങനെയാവും? നമ്മൾ നമ്മുടെ പാർട്ട്ണറിൻ്റെ കൂടെയാവില്ലേ. സോ അതുകൊണ്ട് തന്നെ അവർക്കുള്ള സമയം നമ്മൾ കൃത്യമായിട്ട് മാറ്റി വെക്കണം. ഈ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരക്ക് പിടിച്ചിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണല്ലേ. പക്ഷേ എന്താ പറയുക, ഒരുപാട് പേരുടെ ലൈഫ് തകർന്നു പോകുന്നത് ഒരു കമ്മ്യൂണിക്കേഷനും അണ്ടർസ്റ്റാൻഡിങ്ങും ഒക്കെ ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പം നമുക്കതൊക്കെ ഒന്ന് നമ്മുടെ കയ്യിലുണ്ട്, പക്ഷെ നമ്മളെന്താണ്, നമ്മളത് പുറത്തേക്ക് കാട്ടില്ല അല്ലേ. നമ്മളത് പുറത്തേക്ക് കാട്ടണം. എല്ലാം മനസ്സിൽ മൂടി വെച്ചിട്ട് എന്തിട്ടാടോ കാര്യം? പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ തന്നെ ഒരു ദാമ്പത്യം അത് ഭയങ്കര സക്സസ് ആവും. പക്ഷെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിലോ അതിനൊരു സമയം നമ്മൾ കണ്ടെത്തണമല്ലേ. അതെപ്പോഴാണ് സമയം? നമ്മൾ എന്താ പറയുക, സമയമില്ലാണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയല്ലേ. നേരം വെളുത്ത് കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങൾ, മക്കളുടെ കാര്യങ്ങൾ, അവരുടെ കാര്യങ്ങൾ, ഇവരുടെ കാര്യങ്ങൾ, പിന്നെ വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ അങ്ങനെ രാത്രി കഴിഞ്ഞ് എങ്ങനെയെങ്കിലും ഒന്ന് കിടന്നാൽ മതി അല്ലേ. അതൊന്നും പോരാട്ടോ. നമ്മൾ കുറച്ച് സമയം കിട്ടണ ഉള്ളൂ എന്നുണ്ടെങ്കിലും അവർക്ക് വേണ്ടി മാറ്റി വയ്ക്കാം. ഒരുമിച്ചിട്ട് ചായ കുടിക്കാനും കുറച്ച് നേരം ഒരുമിച്ച് നടക്കാനും. നടക്കുമ്പോൾ എന്താണ്, പണ്ടത്തെ പോലെ കൈകളൊക്കെ കൂട്ടിപ്പിടിച്ച് അല്ലെങ്കിൽ പുറത്തിണക്കിക്കൊണ്ട് നടക്കുക, അതിനൊക്കെ ഒരു സുഖമുണ്ട്. നമ്മളുടെ ലൈഫിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും സ്വീറ്റസ്റ്റ് ആയിട്ടുള്ള മെമ്മറീസ് എന്താണ്? മെമ്മറീസ് ഒന്നും ഇല്ലേ? ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഇന്നത്തെ ഈ ദിവസം, അതായത് നാളത്തെ മെമ്മറി എന്ന് പറയുന്നത് ഇന്നത്തെ ഈ ദിവസം നടക്കുന്ന കാര്യങ്ങളാണല്ലോ. അപ്പം ഹാപ്പി ആയിട്ടൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല. അപ്പം ഇത്ര നാൾ കഴിഞ്ഞതൊക്കെ പൊക്കോട്ടെ. ഇനിയുള്ളത് ഇന്നത്തെ ദിവസം ഹാപ്പി ആയിട്ടിരുന്നാലേ നാളത്തെ ദിവസം സ്വീറ്റായിട്ട് അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു മെമ്മറി, സ്വീറ്റ് മെമ്മറി ആയിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. നിഷ്കളങ്കമായിട്ടുള്ള സ്നേഹമുള്ളിടത്ത് പ്രണയം ഉണ്ടാവുള്ളൂ. അവിടെയാണ് ആത്മാർത്ഥമായിട്ടുള്ള ഒരു ബന്ധം ഉണ്ടാവുള്ളൂ. അപ്പം നമ്മൾ ആദ്യം തന്നെ പ്രണയിക്കാൻ പഠിക്കണം അല്ലേ. പണ്ടൊക്കെ പ്രണയിച്ചിട്ടുണ്ടാവും, എന്നാൽ ഇപ്പം എത്ര വയസ്സായി, ഇനി എന്തുട്ടി പ്രേമം, അങ്ങനെയൊന്നും അല്ല കേട്ടാ. നമുക്ക് കിട്ടേണ്ടത് ഇത്തിരി സമയമാണെന്നുണ്ടെങ്കിലും അത് പ്രണയിക്കാനായിട്ട് എടുക്കടോ. കുറേ പേരൊക്കെ ഞാൻ പറയണേ കേട്ടിട്ടുണ്ട്, ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ് ദാമ്പത്യം. അങ്ങനെയല്ല, ഒരു അണ്ടർസ്റ്റാൻഡിങ് ആണ് ദാമ്പത്യം. പരസ്പരമുള്ള വിശ്വാസവും സ്നേഹവും അണ്ടർസ്റ്റാൻഡിങ് നിറഞ്ഞത് മാത്രമാണ് ദാമ്പത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇക്കഴിഞ്ഞ കാലങ്ങളൊക്കെ എങ്ങനെയായിക്കോട്ടെ, ഇനിയുള്ളത് നല്ല രീതിക്കാക്കാൻ നമുക്ക് ശ്രദ്ധിക്കാം. വേറൊന്നല്ല, നമ്മുടെ ഒരു നോട്ടം കൊണ്ടും നമ്മുടെ ഒരു സംസാരം കൊണ്ടും നമ്മുടെ ഒരു വാം ഹഗ് കൊണ്ടൊക്കെ അവരെ ഒന്ന് സ്നേഹിക്കാൻ നമുക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ അതിനേക്കാൾ ഇരട്ടി സ്നേഹം നമുക്ക് തിരിച്ചു കിട്ടും. അവരിൽ നിന്ന് ഇങ്ങോട്ട് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നതൊക്കെ ആദ്യം അങ്ങോട്ട് ചെയ്ത് നോക്കൂ, തീർച്ചയായും തിരിച്ചു കിട്ടും. അപ്പം അത്രയേ ഉള്ളൂ. ബൈ.